ഹായ് ഓൾ. ആമിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള യൂസ്ഫുൾ അല്ലാത്തതായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സ് വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ആമിക്ക് വേണ്ടി റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഡയപ്പർ ഡിസ്പോസിബിൾ ബാഗാണ്. സോ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാനും റീസെൻ്റ്ലി ആണ് അറിഞ്ഞത്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് കേട്ടോ. ഈ ഒരു പേരിൽ തന്നെ ഉണ്ട്, ഡയപ്പർ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇത് ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് സാൻഡാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയപ്പർ ഡിസ്പോസബിൾ ബാഗാണ്. അപ്പോൾ ഇത് ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഡയപ്പേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ കിട്ടിയെന്ന് വരില്ല. അതുമല്ല, ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഡയപ്പറിൽ പുറത്തു പോകുന്ന സമയത്തൊക്കെ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ അപ്പിയിടുന്നൊക്കെ ഒരു ശീലം ഉണ്ടാവും. അപ്പോൾ ആമയ്ക്ക് പൊതുവേ ഉണ്ട്, അവൾ വീട്ടിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അവൾ എവിടെയെങ്കിലും പുറത്തു പോകുന്ന സമയത്തായിരിക്കും അവൾക്ക് അപ്പിയിടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അധിക സമയം അവൾ ഡയപ്പർ ഇതുപോലെ വെച്ച് കൊടുത്ത ആ സമയത്ത് തന്നെ അമ്മ അപ്പിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് ചിലപ്പോൾ ഡയപ്പർ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനൊക്കെ പറ്റാണ്ട് വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത്, ഡയപ്പർ ഡിസ്പോസിബിൾ ബാഗ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ ഒരു ബാഗ് വരുന്നത്. ആ ഒരു പാക്കിൽ 50 ബാഗ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു സീലിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും പുറത്ത് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറ്റായിട്ടുള്ള ഡയപ്പർ ആണെങ്കിലും ഇതിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം. മീൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡിസ്പോസ് ചെയ്യാം. ഇതിൽ ഇതുപോലെ ഡയപ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലോ വേസ്റ്റ് ബിന്നിലൊക്കെ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ സ്മെല്ല് വരും, അല്ലെങ്കിൽ ഇപ്പോൾ ബാഗിലൊക്കെ ആണെങ്കിൽ നനവാവും, നമ്മൾ സ്മെല്ല് വരും എന്നുള്ള ആ ഒരു ഇഷ്യൂസും പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പാരൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ഡയപ്പർ ഡിസ്പോസിബിൾ ബാഗ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബേബീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എസെൻഷ്യൽ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സംഭവമാണ്. സോ എല്ലാവരും വാങ്ങിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അതുപോലെ തന്നെ ഇതുപോലെയുള്ള ന്യൂ പാരൻസിന് അല്ലെങ്കിൽ കുഞ്ഞു ബേബീസുള്ള പാരൻസിന് യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ബൈ.